ക്യാരക്ടർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളത് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇൻവോൾവ്മെൻറ്റ് കൂടിയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നുവെച്ചാൽ അതിന് സിൻസിയറിറ്റി കാണിച്ചാലേ അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ലിസ ചെയ്തിട്ടുണ്ട് ഞാൻ മലയാളത്തിൽ. അത് വന്നിട്ട് എത്രത്തോളം ഞാൻ ഇൻവോൾവ്മെൻ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം എനിക്ക് പേര് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ സിൻസിയറായിട്ടാണ് ആ റോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അത്ര നല്ല റോൾ എനിക്ക് പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അതൊരു ടേണിംഗ് പോയിൻ്റ് തന്നെ ആയിരുന്നു. ഞാൻ 1979 കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് പിന്നെ ഞാൻ അഭിനയിച്ചതേ ഇല്ല, നിർത്തി ഞാൻ. പിന്നെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലേക്ക് 20 കൊല്ലത്തിന് ശേഷം ഞാൻ ചെന്നൈയിലേക്ക് വന്നു. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ബോരടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി പോയി ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ തിരിച്ച് ഫീൽഡിലേക്ക് വന്നത്. അങ്ങനെ ഫീൽഡിലേക്ക് വന്ന സമയത്താണ് ഞാൻ ബാലേട്ടൻ, താണ്ഡവം, പിന്നെ കളഭം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ. ഇപ്പോൾ ഞാൻ TV സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ. 10-15 ഞാൻ ചെയ്തിട്ടുണ്ട് മലയാള സിനിമ. കല്യാണത്തിന് മുമ്പ് ഞാൻ ലാസ്റ്റ് ചെയ്ത പടം പമ്പരം. അത് തീർത്തിട്ടാണ് ഞാൻ ഇനി ഒരു മൂവി ആക്സെപ്റ്റ് ചെയ്യാണ്ട് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഒരു പക്ക ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ ഇരുന്ന് കുട്ടികളെ നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ കുട്ടികൾ വലുതായ ശേഷമാണ് ഞാൻ പിന്നെ തിരിച്ച് ഫീൽഡിലേക്ക് വന്നത്. മലയാളത്തിൽ 15ഓളം സിനിമകളിൽ ഭവാനി വേഷമിട്ടു. നസീർ, ജയൻ, രവികുമാർ തുടങ്ങി പ്രേക്ഷകരുടെ പ്രിയങ്കരരായ താരങ്ങളുടെയെല്ലാം നായികയായിരുന്നിട്ടും സൂപ്പർ താര പദവി നേടാനായില്ല ഭവാനിക്ക്. സൗന്ദര്യവും അഭിനയശേഷിയും ഒത്തിണങ്ങിയ ഭവാനിയെ മലയാള സിനിമ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയില്ല. നായകന്മാരുടെ നിഴലിൽ ഒതുങ്ങിപ്പോയ നായിക മാത്രമായി ഭവാനി. തമിഴിലും ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അതും ഇതേപോലെ തന്നെ ഒരു 10-15 പടം. ഓൾ ടുഗദർ ഞാൻ ടോട്ടലി ഒരു 75 മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് എനിക്ക് യാതൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോവുക, അഭിനയിക്കുക, വരിക, അത്ര തന്നെ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ ഈ ഫീൽഡ് ഇങ്ങനെയാണോ, ഈ ഭാഷയിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്തോ, അങ്ങനെ ആ ഭാഷയിൽ അങ്ങനെ ട്രീറ്റ് ചെയ്തോ, അങ്ങനെ യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്ന് നല്ലോണം തന്നെ നോക്കിയിട്ടുള്ളത്. നസീർ ഖാൻ, ജയൻ, സുകുമാരൻ സാർ, രവികുമാർ ഇവരൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഹീറോസ്. നസീർ ഖാൻ്റെ ഒരു ക്യാരക്ടർ വെച്ചും കൊണ്ട് ഒരു നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഏട്ടൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്ന വെച്ചാൽ അതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് നമുക്ക് ചിലപ്പോൾ ഡയലോഗ് വരുന്നില്ല, അത് എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞു തരും. മലയാളത്തിലെ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന നായകന്മാരുടെ ഒപ്പമാണ് ഭവാനി വേഷമിട്ടത്. എന്നിട്ടും ഒരു നടി എന്ന നിലയിൽ മറ്റു ഭാഷകളിൽ ഉണ്ടാക്കിയ തരംഗം ഇവിടെ ആവർത്തിക്കാനായില്ല ഭവാനിക്ക്. കൊമേഴ്സ്യൽ വിജയങ്ങളായ കുറച്ച് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് നേട്ടം. ഞാൻ നിന്ന പീരിയഡിൽ അത്രേ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ 79 വരെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള എനിക്ക് യാതൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല. വരുന്നത് ഞാനിങ്ങനെ ഹീറോയിനായിട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തു എന്നല്ലാണ്ട് എനിക്ക് അത്ര സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് ചൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ലിസ സിനിമ വന്നിട്ട് മ്യൂസിക് ഡയറക്ടർ രവികുമാറിൻ്റെ വീട്ടിലെ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് 30 ദിവസം എനിക്ക് ആ വീട്ടിൽ തന്നെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ അങ്ങനെ ആ ഷൂട്ടിൽ അങ്ങനെ ദിവസം അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ അമ്മ, സിസ്റ്റേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്, നീസ് ഇവരെല്ലാവരും കൂടി കണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ഇദ്ദേഹം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ മെല്ലെ അവരുടെ കൂടെ ഒക്കെ പറഞ്ഞ് അപ്പോൾ ഞാനും ഐ ബിക്കേം അവെയർ ഓഫ് ഹിം. പിന്നെ അങ്ങനെ ഞങ്ങൾ സ്നേഹിച്ചു. പിന്നെ സ്നേഹിച്ച ശേഷം അവരുടെ അമ്മ വന്നിട്ട് എൻ്റെ ഗ്രാനിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ ഗ്രാനി വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മേനോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണ് ഞങ്ങളുടേത്. സിനിമയുടെ തിരക്കിൽ ഒഴുകി നീങ്ങുന്നൊരു കാലത്താണ് വിവാഹം. ലിസയുടെ നിർമ്മാതാവും പ്രശസ്ത സംഗീത സംവിധായകനുമായിരുന്ന രഘുകുമാറിന്റെ ഭാര്യയായതോടെ ഭവാനി അഭിനയ ജീവിതത്തിന് വിരാമമിട്ടു. സിനിമയോട് അത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നിട്ടും അഭിനയിക്കാനുള്ള അഭിനിവേശം അടങ്ങാതെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും ഉത്തമയായ കുടുംബിനിയുടെ ജീവിതവേഷം മാത്രം മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇവർ. കല്യാണം കഴിച്ച ശേഷം അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ അത് അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ എനിക്ക് അതിലെ ഖേദമൊന്നുമില്ല. ഇപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ
സമയം കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ചാൻസൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ളത് എനിക്കൊരു നല്ല മോഹമുണ്ട്. അപ്പോൾ അത് ദൈവം സഹായിച്ച് തന്നാൽ ചെയ്യാം. ഞാനിപ്പോൾ അഭിനയിക്കുന്നുള്ളത് ഹാഫ് ദ ആൾക്കാർക്ക് അറിയില്ല, പകുതി ആൾക്കാർക്ക് അറിയില്ല. എനിക്കിപ്പോൾ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല. എന്നെ അറിഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചാൻസൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെ പറ്റി അറിയുന്ന ആൾക്കാർ മാത്രം വിളിക്കുമ്പോൾ ഞാൻ പോയിട്ട് അഭിനയിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ പുതുതായിട്ട് വന്ന കമ്പനീസോ ആൾക്കാരോ എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ ഫസ്റ്റ് ഡാൻസർ ആയതിന് തന്നെ എനിക്ക് നല്ല പൂർണ്ണ സന്തോഷമുണ്ട്. പിന്നെ അത് മുഖാന്തരം ഞാൻ അഭിനയിക്കാൻ വന്നതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു കലാകാരി ആവണം എന്നുള്ളത് എനിക്ക് നല്ല മോഹമുണ്ട്. പ്രണയവും പിന്നീട് പ്രണയത്തോട് ചേർത്ത് വച്ച കുടുംബജീവിതവും അതാണ് ഭവാനിയിലെ കാമുകിയും ഭാര്യയും. സംഗീത സാന്ദ്രമായിരുന്നു കുടുംബജീവിതം. ഹൃദയം പങ്കുവച്ച ഒരാളോടൊപ്പം ജീവിതം തുടങ്ങുമ്പോൾ വേണ്ടെന്ന് വച്ചതാണ് സിനിമയെ. കുടുംബജീവിതത്തിൽ ശ്രദ്ധ വയ്ക്കാനായിരുന്നു അത്. സിനിമ അഭിനയം ഉപേക്ഷിക്കേണ്ടി വന്ന വേദന ആരോടും പങ്കുവയ്ക്കാതെ ഉള്ളിലൊതുക്കുകയായിരുന്നു ഭവാനി. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മോള് BCom ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു. ഇപ്പോൾ എനിക്കൊരു പേരക്കുട്ടിയുണ്ട്. പിന്നെ എനിക്ക് രണ്ടാമത്തെ മോള് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കളഭം ഞാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ സിനിമ. അനിൽ ബാബു സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ തിലകൻ സാറുടെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ചെയ്തു. നവ്യ നായരായിരുന്നു പേര്. കഴിവുള്ള അഭിനേത്രിയാണെന്ന് തെളിയിച്ച ഒരാളാണിവർ. അഴകും ആരോഗ്യവുമുണ്ട്. കഴിഞ്ഞുപോയ കുറേ വർഷങ്ങൾ അഭിനയത്തിന്റെ അവധിക്കാലമായി കണ്ട് ഒരു മടങ്ങിവരവിനുള്ള ശ്രമത്തിലാണ് ഭവാനി. വെള്ളിത്തിരയിലേക്ക് മാത്രമല്ല, മിനി സ്ക്രീനിലേക്കും ശ്രദ്ധ വയ്ക്കുകയാണ് ഈ അഭിനേത്രി. ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷവതിയാണ് ഭവാനി. സ്നേഹസമ്പന്നനായ ഭർത്താവിനെയും നല്ല മക്കളെയുമാണ് കിട്ടിയത്. സൗഭാഗ്യങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറയുകയാണിവർ. എനിക്ക് ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വിചാരിച്ചില്ലേ ഞാൻ തിരിച്ചു വരും എന്നുള്ളത്. പക്ഷേ 20 കൊല്ലത്തിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നു. എൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ വന്നത്. കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞ പഠിപ്പിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്നു. അപ്പോൾ ആ ചെന്നൈയിലേക്ക് വന്ന സമയത്ത് അവർ സ്കൂളിൽ പോവും വരും അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കണ്ടായിരുന്നു. ആ സമയം കൊണ്ട് മേ ബി ഐ ക്യാൻ യൂട്ടിലൈസ് മൈ ടൈം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് അഭിനയിക്കാൻ വന്നത്. ഞാൻ തിരിച്ച് 2ാമത്തെ പ്രാവശ്യം ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നൗ ഐ എം ഫ്രീ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അഭിനയിക്കാനും ഇപ്പം നല്ല മോഹമുണ്ട്. അന്ന് ഉണ്ടായിരുന്നില്ല മോഹം, പക്ഷെ ഇപ്പം എനിക്ക് നല്ല മോഹമുണ്ട് അഭിനയിക്കണം എന്നുള്ളത്.